നമസ്കാരം. അറിവുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. ഇന്നത്തെ വിഷയം കേരളത്തിൽ വലിപ്പം കൊണ്ട് 5 സ്ഥാനങ്ങൾ കൈവരിച്ച ജില്ലകളാണ്. കേരളത്തിൽ വലിപ്പം കൊണ്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും പ്രകൃതിരമണീയമായ ജില്ലകളിലൊന്നാണ് ഇടുക്കി. അതുകൊണ്ട് തന്നെ ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നു. വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ, ഹിൽ സ്റ്റേഷനുകൾ, അണക്കെട്ടുകൾ, തോട്ടങ്ങളിലൂടെയുള്ള വിനോദയാത്ര, മലകയറ്റം, ആനസവാരി മുതലായവ സഞ്ചാരികളെ ആകർഷിക്കുന്നു. 1972 ജനുവരി 26-ാം തീയതിയാണ് ഇടുക്കി ജില്ല നിലവിൽ വന്നത്. കേരളത്തിലെ 2ാമത്തെ വലിയ ജില്ല പാലക്കാട്. 2006-ൽ പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല എന്ന പേര് കൈവരിക്കാനായെങ്കിലും എറണാകുളം ജില്ലയിലെ ചില സ്ഥലങ്ങൾ ഇടുക്കിയിലേക്ക് ചേർക്കപ്പെട്ടതോടെ 2023-ൽ പാലക്കാടിന് 1-ാം സ്ഥാനം എന്ന പദവി നഷ്ടപ്പെടുകയും 2-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. 1957 ജനുവരി 1-നാണ് പാലക്കാട് ജില്ല രൂപം കൊണ്ടത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കവാടം പാലക്കാട് ജില്ലയിലെ വാളയാർ ചുരമാണ്. ഈ ചുരത്തിന്റെ സാന്നിധ്യം മൂലം കേരളത്തിലെ ഇതര ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ തമിഴ്നാട്ടിലേതുപോലെ വരണ്ട കാലാവസ്ഥയാണ്. മലപ്പുറം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ലയും വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ 3-ാം സ്ഥാനം കൈവരിച്ചതുമായ ജില്ലയാണ് മലപ്പുറം. 1969 ജൂൺ 16-നാണ് ജില്ല രൂപീകരിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം, അതുപോലെ തന്നെ മാപ്പിള കലാപം തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നു മലപ്പുറം. മലയാള ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിൽ. അതുപോലെ തന്നെ മലബാർ തീരത്തെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖങ്ങളിൽ ഒന്നായ പൊന്നാനി മലബാറിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ കാലഘട്ടത്തിൽ അറബികളുടെയും യൂറോപ്യന്മാരുടെയും വ്യാപാരം നടത്തുന്നതിനുള്ള കേന്ദ്രമായി ഉപയോഗിച്ചിരുന്നു. കേരളത്തിൽ വലിപ്പത്തിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല തൃശ്ശൂർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പേരിൽ കൂടി പ്രസിദ്ധമായ ഒരു നഗരമാണ് തൃശ്ശൂർ. കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളായ കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി എന്നിവയുടെ ആസ്ഥാനങ്ങൾ തൃശ്ശൂർ നഗരഹൃദയത്തിലാണ്. 1949 ജൂലൈ 1-നാണ് തൃശ്ശൂർ ജില്ല നിലവിൽ വന്നത്. എറണാകുളം കേരളത്തിലെ ജനസംഖ്യയുടെ 9%-ലധികം ആളുകൾ ഇവിടെ വസിക്കുന്നു. 1958 ഏപ്രിൽ 1-നാണ് എറണാകുളം ജില്ല നിലവിൽ വന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരുമാനവും ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ ഉള്ള ജില്ലയും എറണാകുളം തന്നെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല ഏതെന്ന് കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്